ഉണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ സംഘടനാപരമായ വീഴ്ചകൾ പരിഹരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ CPIM ഒരുങ്ങുകയാണ്. പരാജയ കാരണങ്ങൾ കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തിരുത്തൽ നടപടികൾ ആരംഭിക്കും. ജനുവരി 15 മുതൽ 22 വരെ നടത്തുന്ന ഗൃഹസന്ദർശനത്തിൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടി നിലപാട് വിശദീകരിക്കാനാണ് നീക്കം. ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി ചർച്ച ചെയ്യാൻ CPI സംസ്ഥാന കൌൺസിൽ യോഗം ഇന്ന് ചേരും. ഇന്നലെ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളുടെ തുടർച്ചയായാണ് ഇന്നത്തെ നിർണായക കൌൺസിൽ യോഗം നടക്കുക. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, അമിതാത്മവിശ്വാസമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനാണോ തീരുമാനം? എങ്ങനെയാണ്, എന്തൊക്കെയാണ് നീക്കങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, ആ തിരിച്ചടിക്ക് കാരണം എന്താണെന്ന് 3 ദിവസം ചേർന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങൾ വിലയിരുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തൽ നടപടികളിലേക്ക് CPM പോകുന്നത്. സംസ്ഥാനത്ത് CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നാകെ ഗൃഹസന്ദർശനത്തിനിറങ്ങും. അവർ വീടുകൾ സന്ദർശിച്ച് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അറിയിക്കും. ജനങ്ങളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക, സംഘടന അടിത്തറ കൂടുതൽ കരുത്തുറ്റതാക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാവുകയാണ് CPM. മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ ഈ തൊഴിലുറപ്പ് ബില്ലിനെതിരെയുള്ള സമരവും ശക്തമാക്കുന്നുണ്ട്. അത് പ്രാദേശിക തലത്തിലടക്കം സമരം സംഘടിപ്പിച്ച് ജനകീയ സമരങ്ങളിലൂടെ തിരിച്ച് CPM ശക്തമാവുക, സംഘടനാ സംവിധാനം എന്ന ആ ഒരു ലക്ഷ്യം. അതിന്റെ ഭാഗമായി ഗൃഹസന്ദർശനത്തെയും തൊഴിലുറപ്പ് ബില്ലിനെതിരെയുള്ള സമരത്തെയും കാണേണ്ടി വരും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനകളാണ് നടത്തിയത്. അതിൽ സർക്കാരിനെതിരെയുള്ള വികാരം നിലനിൽക്കുന്നില്ല എന്ന വിലയിരുത്തലാണ്. പ്രാദേശിക തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള വികാരമാണ്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും LDF ഭരിച്ച തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരിച്ചടിയുണ്ടായത് എന്നടക്കം വിലയിരുത്തി മുന്നോട്ടു പോവുകയാണ്. സ്വർണ്ണക്കൊള്ള ഒരു തരത്തിലും ചർച്ചയായിട്ടില്ല, അത് ബാധിച്ചിട്ടില്ല എന്ന വിലയിരുത്തൽ. എന്നാലും കൃത്യമായ ഒരു പ്രവർത്തനം നടന്നാൽ മാത്രമാണ് സർക്കാർ വീണ്ടും അവിടെ രൂപീകരിക്കാൻ കഴിയുക എന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുക്കും ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങൾ അടുത്ത 100 ദിവസം സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM നേതൃത്വം എത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങൾ, ആ യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്നു മുതൽ താഴെത്തട്ടിലേക്ക് റിപ്പോർട്ടിംഗ് തുടങ്ങും. 15-നകം റിപ്പോർട്ടിംഗ് പൂർത്തിയാകും. 15 മുതൽ ഒരാഴ്ച നീളുന്ന ഗൃഹസന്ദർശനമാണ്. അതോടുകൂടി പാർട്ടി സംഘടനാ സംവിധാനം തിരിച്ച് പഴയ നിലയിലേക്ക്, കരുത്തുറ്റ രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. വ്യക്തമാണ്. സംഘടനാപരമായ വീഴ്ചകൾ പരിഹരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് CPIM. വിശദാംശങ്ങളാണ് RO ഷിപാൽ നൽകിയത്.